വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഗൈസ്. ഈ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീലമ്പടനാണ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ വേണ്ടി ഇയാൾക്ക് ആദ്യം മുതലേ ലൈംഗിക വൈകൃതമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. 2021 ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ് ഇതിന്റെ തുടക്കം. ആ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളിവിടെ വായിച്ചു കേൾപ്പിക്കാം. വേടൻ എന്ന റാപ്പറെ പറ്റി ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ മോശം അനുഭവം പങ്കുവച്ചിരിക്കുന്നു. ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു കലാകാരനായതുകൊണ്ടും കുറെ ആരാധകരുള്ളതുകൊണ്ടുമാണ് ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ കാര്യങ്ങൾ പറയുന്നത്. വേടനുമായി ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ താഴെ പറയുന്ന മോശം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സ്കോട്ട് ചെയ്തു തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാലുടൻ ചോദിക്കുക. മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക. ഉമ്മ വയ്ക്കാൻ പോലും താല്പര്യമില്ല എന്ന് പലതവണ വ്യക്തമാക്കിയതിനു ശേഷവും സെക്ഷുവലായ ബന്ധത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കുക. സെക്സ് ചെയ്യുമ്പോൾ വേദന ഉണ്ട് എന്ന് പറഞ്ഞാലും അത് നിർത്താതെ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ തുടരുക. തങ്ങൾ തമ്മിൽ സെക്സ് നടന്നിരുന്നു എന്ന് കൂട്ടുകാരോട് കള്ളം പറയുക. സെക്ഷൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ കഥകൾ സൗഹൃദ വലയങ്ങളിൽ പ്രചരിപ്പിക്കുക. സോ ഗൈസ്, ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചതൊക്കെ നിങ്ങൾ വൃത്തിക്ക് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു പുരുഷൻ ഒരു സ്ത്രീ ആവട്ടെ, കമന്റ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ പുരുഷനുമായി ശാരീരിക ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ എന്ത് വിളിക്കും? അയാളൊരു ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാമുകി ആയിക്കോട്ടെ, ഈവൻ ഏതൊരു സ്ത്രീയോ ആയിക്കൊള്ളട്ടെ, ഒരു അമ്മ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഏതൊരു പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ എന്ത് വിളിക്കും? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ മോശപ്പെട്ട രീതിയിൽ അവർക്കൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിവിടെ പറയുന്നില്ല. അതേ ത്രാസിൽ വെച്ച് തൂക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷനെ നിങ്ങൾ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യും? ഇവിടെ ആ ഒരു പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. 2021 ജൂണിലാണ് ആ ഒരു പോസ്റ്റ് ഇറങ്ങി. ഇതിനുശേഷം പുള്ളിക്കാരൻ മാപ്പ് ഈ പറഞ്ഞ പ്രസ്താവനകൾ അത്രയും തന്നെ ശരിയാണെന്നും അതിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്ന വേറൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വേടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാൻ ആ പോസ്റ്റ് ഇവിടെ വായിച്ച് തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. എന്നെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കണ്ടിരുന്ന സ്ത്രീകളോടുള്ള എന്റെ പെരുമാറ്റത്തിൽ സംഭവിച്ച പിഴവുകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടുത്ത ഖേദവും ആത്മനിന്ദയും പശ്ചാത്താപവും തോന്നിക്കുന്നുണ്ട്. ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരണ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സ്ത്രീകൾക്കത് മോശം അനുഭവങ്ങളുള്ള തുടർച്ചയായതിലും ഇന്ന് ഞാൻ ഒരുപാട് ഖേദിക്കുന്നു. എന്റെ നേർക്കുള്ള നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും ഞാൻ താഴ്മയോടെ ഉൾക്കൊള്ളുകയും നിലവിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിർവ്യാജമായി മാപ്പ് പറയുകയും ചെയ്യുന്നു. വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് മറ്റൊരാൾക്കു നേരെ ഉണ്ടാകാതിരിക്കാൻ പൂർണ്ണമായി ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരം ഒരു മാറ്റം എന്നിലും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ ക്ഷമാപണം നടത്തുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ കേട്ടു. അപ്പം ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് ഇവർ തള്ളിക്കളയുന്നില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കെ അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പെയിൻ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അയാളുടെ ആ ഒരു പ്ലഷർ, അതാണ് അയാൾക്ക് അവിടെ ഇമ്പോർട്ടന്റ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ, ആ ഒരു ചെയ്യുന്ന സമയത്തുള്ള ഒരു പാർട്ട്ണറിന്റെ ഒരു പെയിനോ കാര്യങ്ങളോ ഇമോഷൻസോ ഒന്നും അയാൾക്ക് അവിടെ ഒന്നുമല്ല. പിന്നെ ഉമ്മ വയ്ക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നിർബന്ധിക്കുക, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ മനസാക്ഷി തൊട്ടിട്ട് പറയാം, ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ കൂടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മുതിരുമോ? എന്റെ ചോദ്യം അതാണ്. അപ്പൊ ഇന്നിപ്പോ നിങ്ങളൊരു സ്ത്രീയെ പരിചയപ്പെട്ടു, നാളെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ സെക്സ് ചെയ്യുന്നു, നാളെ മറ്റൊരു സ്ത്രീനെ കാണുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ സെക്സ് ചെയ്യുന്നു. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. അതും ഒരു പുരുഷൻ പല സ്ത്രീകളുടെ കൂടെയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പോയിന്റ്. അപ്പം അയാളുടെ ആ ഒരു മാനസികാവസ്ഥ, സെക്സിനോട് അയാൾക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷമാണ് ഈ ഒരു സ്ത്രീ, ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു ഇൻസിഡന്റിലൂടെ കടന്നു വന്നിട്ടുള്ള ആ ഒരു ഡോക്ടറായിട്ടുള്ള സ്ത്രീ രംഗത്ത് വരുന്നത്. അതായത് വേടന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലെ മാപ്പ് പറച്ചിൽ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സ്ത്രീയും വേടനും തമ്മിൽ റിലേഷനിലാവുന്നത്. അവർ 2023 വരെ റിലേഷൻ കീപ്പ് ചെയ്യുന്നു. ഇവിടെ അതൊരു ബലാത്സംഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിഷേധിക്കും. കാരണം ആദ്യമായി വേടൻ ഫ്ലാറ്റിലോട്ട് പോകുന്നത് ഈ സ്ത്രീയുടെ ഫ്ലാറ്റിലോട്ടാണ്. ഈ സ്ത്രീ വിളിക്കാതെ ഒരിക്കലും അപരിചിതനായ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ ആ ഫ്ലാറ്റിനകത്തോട്ട് കയറ്റില്ല. ചെന്നതിന് ശേഷം ബെഡിട്ടാണ് ഇവർ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ആദ്യമായിട്ട് വീട്ടിലോട് കടന്നു ചെല്ലുന്ന ഒരാളെ ചെയർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സൽക്കരിക്കുക. ബെഡിട്ട് സൽക്കരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ശേഷം ചുംബിച്ചു, അവരങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 3 ദിവസം അവർ വേടന്റെ കൂടെ ആ ഒരു ഫ്ലാറ്റിൽ താമസിച്ചു. സ്വന്തം ഫ്ലാറ്റിലാണ് വേടൻ താമസിക്കുന്നത്. ഇതെങ്ങനെ ഒരു ബലാത്സംഗമാവൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനത്തെ ഒരു ബലാത്സംഗം. പുള്ളിക്കാരിന്റെ ഫ്ലാറ്റ്, തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആളുകളുണ്ട്, പുള്ളിക്കാരിക്ക് ഒരു ഫോണുണ്ട്. ബലാത്സംഗമാണെന്നുണ്ടെങ്കിൽ 4 ആളെ വിളിച്ചു പറഞ്ഞൂടെ? സോ ഇത് പരസ്പര ഇഷ്ടത്തോടു കൂടി ചെയ്തിട്ടുള്ള പരിപാടികൾ തന്നെയാണ്. ശേഷം ഈ ഒരു സ്ത്രീ ടോക്സിക് ആണെന്ന് പറയുകയും ആ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറുകയും ആയിരുന്നു വേടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വേടന് മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും പിന്നെ ഈ മോൻലവന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ കണ്ട സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയ യുവതി താൻ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം രംഗത്ത് വന്നിട്ട് ഈ ഒരു പരാതി കൊടുക്കാനുള്ളൊരു ഇടയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായതെന്ന് വെച്ചാൽ വേറെ സ്ത്രീകളും വേടനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു.
അവർ മുഖം കാണിക്കാതെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാനും എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രൈക്ക് കിട്ടാനും സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഇവിടെ വെക്കുന്നില്ല. അത് ആ സ്ത്രീയുടെ പ്രൈവസി മാനിച്ചിട്ടും കൂടെ എന്ന് പറയുന്നു. അപ്പം വന്നിട്ടുണ്ട്. പോരാത്തതിന് വേടൻ അയാളുടെ അമ്മേനെ കുറിച്ച് മോശമായി പരാമർശിച്ച കാര്യങ്ങളും പെങ്ങളുടെ ബോഡീനെ കുറിച്ച് മോശമായി പരാമർശിച്ച കാര്യങ്ങളും എല്ലാം തന്നെ സമൂഹത്തിന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വേടൻ അയാളുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്നിട്ട് സ്വന്തം സഹോദരിയെയാണ് ബോഡി ഷെയ്മിങ് ചെയ്യുന്നത്. അവൾക്ക് ബ്രസ്റ്റ് ഇല്ല, അവളൊരു പുരുഷനെ പോലെയാണെന്ന് സ്വന്തം സഹോദരിയെ കുറിച്ച് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. വേടൻ അത് സ്വന്തം സുഹൃത്തുക്കളുടെ ഇടയിൽ കമ്പനി കൂടിയിരിക്കുന്ന സമയത്ത് ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് സ്വന്തം അമ്മ ഒരു കോൾ ഗേൾ ആണെന്നും അതെല്ലാം കണ്ടിട്ടാണ് തന്റെ ജീവിത സാഹചര്യങ്ങൾ ആകെ അട്ടിമറിയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളും പുള്ളിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അയാള് നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക. നമ്മളെന്തെങ്കിലും പറയുന്ന സമയത്ത് വേടനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് നമുക്ക് അവരുടെ കറുപ്പാണ് പ്രശ്നം, അയാളുടെ ജാതിയാണ് പ്രശ്നം എന്നൊക്കെ പറയും. എനിക്ക് ജാതി മത വ്യത്യാസത്തിൽ ഞാൻ ഇന്നേ വരെ ഒരാളെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. എനിക്ക് ആരുടെയും ജാതി ഒരു വിഷയമല്ല, മതം ഒരു വിഷയമല്ല, വർണ്ണം ഒരു വിഷയമൊന്നുമില്ല. ഈ പറയുന്ന കേട്ടതൊന്നും ഞാനൊക്കെ വെളുത്ത പാല് പോലെ പാല് എന്നെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാലേതാ ഞാനേതാ തിരിച്ചറിയത്തില്ല എന്ന് തോന്നും. എനിക്കങ്ങനെ കളറൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ വക കഴപ്പുകൾ പ്രശ്നമാണ്. ഓക്കെ, സ്വന്തം സഹോദരനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു സഹോദരൻ മറ്റു സ്ത്രീകളെ ഏത് തരത്തിൽ പറയും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ആർക്കും സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ഡോക്ടറുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്തതിനു ശേഷം ഇയാൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിച്ച സ്ത്രീകളുടെ കൂടെ എങ്ങനെയാണ് ഇന്റർകോഴ്സ് ചെയ്യുന്നത്, അവരുടെ ഇടക്കുകളുടെ ഇടയിൽ കക്ഷത്തിന്റെയും മറ്റും ഇടുക്കുകളുടെ ഇടയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഭയങ്കര വൃത്തികേടാണ്, അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അരോചകമാണ്, മെലിഞ്ഞ സ്ത്രീകളെയാണ് എന്തുകൊണ്ട് ഇന്റർകോഴ്സ് ചെയ്യാൻ നല്ലത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഈ സ്ത്രീകൾ വന്നിട്ട് പുറമെ പറയുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയധികം സ്ത്രീകൾ പുറത്തേക്ക് വരികയാണ്. ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് എന്തുകൊണ്ടാണ്? വേടനെ കണ്ടു കിട്ടാത്തതുകൊണ്ട്. അയാളുടെ ഭാഗത്ത് ശരിയുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ആ സ്ത്രീകൾ പറയുന്നത് അത്രയും തന്നെ വാസ്തവമല്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഇയാൾ ഒളിച്ചോടണം? അയാളുടെ ഭാഗം ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മെസ്സേജസ്, കോൾസ്, കാര്യങ്ങൾ, ഫോട്ടോസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിൽ തെളിവ് സഹിതം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്തിന് പേടിക്കണം, എന്തിന് ഒളിച്ചോടണം, എന്തിന് ഇത്രയും കാലം ഒളിഞ്ഞിരിക്കണം? ഇപ്പൊ ഈ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണല്ലോ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പൊ തന്നെ ആളുകൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി, അയാളൊരു ഫ്രോഡാണ്. അയാളുടെ സ്ഥാനക്കയറ്റത്തിനും മറ്റും വേണ്ടിയിട്ട് ജാതി, മതം, വർണ്ണം എന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാള് സ്ത്രീകളെ ഒരു സെക്ഷൽ ടോയ് ഒക്കെ ആയിട്ടാണ് ഭൂരിഭാഗം കണക്കാക്കുന്നത്. പോരാത്തതിന് അയാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുള്ള സ്ത്രീകൾ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ കഞ്ചാവ് മാത്രമല്ല ഉപയോഗിക്കുന്നതെന്ന് സ്വന്തം കൂടെ ബെഡ് ഷെയർ ചെയ്ത സ്ത്രീകൾ പറയാണ്. കഞ്ചാവ് മാത്രമല്ല അയാൾ യൂസ് ചെയ്യാറുള്ള ഡ്രഗ് എന്നുള്ള കാര്യങ്ങൾ. എന്തൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ വേടന്റെ പാട്ടിന്റെ ഫാനായിക്ക് ഒരു കുഴപ്പമില്ല, അതൊരു കലയാണ്. അയാൾക്ക് ആ ഒരു കല കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഭാഗ്യമാണ്. നിങ്ങൾ വേടന്റെ പാട്ടുകൾക്ക് അഡിക്റ്റ് ആയിരിക്കും ഒരു കുഴപ്പമില്ല, പക്ഷെ അയാൾ എന്ന പേഴ്സണാലിറ്റിന്റെ കൂടെ അഡിക്റ്റ് ആവാതിരിക്കുക. ഹീസ് നോട്ട് എ ഗുഡ് പേഴ്സണാലിറ്റി. ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാനോ ഒരു റോൾ മോഡൽ ആക്കി എടുക്കാനോ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല അയാളുടേത്. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വേടന്റെ അന്തം ഫാനാവുകയോ വേടനെ അനുകരിക്കുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് തോന്നി. ഞാൻ ഇത്രയും കാലം പ്രതികരിച്ചിട്ടില്ലായിരുന്നു, കാരണം ആ ഒരു ന്യൂസിന്റെ അകത്ത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ ബ്രേക്കപ്പ് ആവുന്നു. 2023 അവസാനിപ്പിച്ച ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് 2025 പരാതി പൊന്തുന്നു. അപ്പൊ തന്നെ എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് എന്ന മൈൻഡിൽ ഞാൻ ഒഴിവാക്കിയിട്ടൊരു കേസായിരുന്നു. പക്ഷെ ഇപ്പൊ തുടർച്ചയായിട്ട് മറ്റ് സ്ത്രീകൾ രംഗത്ത് വന്ന് ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നു. അയാളുടെ അമ്മ, പെങ്ങൾ എന്നിവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. ഇയാൾ ഒളിവിൽ പോകുന്നു, ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വിടുന്നു. അപ്പൊ ഇതൊക്കെ കണ്ട സമയത്ത് സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.